ഹലോ, അങ്ങനെ നമ്മുടെ യാത്രയിലെ 10ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്ക്മംഗ്ലൂരു ഇവിടെ നമുക്ക് ഈയൊരു ചുറ്റുവട്ടത്തിൽ നമുക്ക് പോയിട്ട് വരാൻ കഴിയുന്ന മുള്ളിയാൻഗിരി, അതുപോലെ ബാബാ ബുഡൻഗിരി, പിന്നെ കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുദ്രേമുഖ് ഹിൽസ്, ഇതുപോലുള്ള സ്ഥലങ്ങൾ, പിന്നെ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്കും കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് അറിയില്ലായിരുന്നു. എൻ്റെ ഒരു വിചാരം ഈ സ്ഥലങ്ങളൊക്കെ അടുത്തടുത്താണെന്നായിരുന്നു ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് കുറച്ച് ദൂരം ട്രാവൽ ചെയ്യാനുണ്ട്. സോ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനും കഴിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഇങ്ങനെ ആലോചിക്കുമ്പോഴായിരുന്നു നമ്മുടെ കാസർഗോഡുള്ള ഒരു ഹൈദരക്ക വഴി എനിക്ക് ഇവിടുത്തെ ഒരാളുടെ കോണ്ടാക്റ്റ് കിട്ടി. അപ്പം അദ്ദേഹം ഇവിടെയുള്ള സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാനിപ്പോൾ. ഇപ്പോൾ വരുമെന്ന് വിചാരിക്കുന്നു. ഡീറ്റെയിൽസ് ഒന്നും കൂടുതലായിട്ട് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ മലയാളികൾ എവിടെ ചെന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അവരിൽ നിന്ന് ഹെൽപ്പ് പ്രതീക്ഷിക്കുക എന്നുള്ള കാര്യം മനസ്സിലായി. ഞാനിപ്പോൾ ഇവിടെ താമസിച്ച് തന്നെ ബേസിക്കലി ആളൊരു മലയാളിയാണ്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്. ഫസ്റ്റ് എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസും വിശേഷങ്ങളും കാഴ്ചകളൊക്കെ പോകുന്ന വഴിയിൽ ഷെയർ ചെയ്യാം. നമുക്ക് പോകാം. ഇദ്ദേഹമാണ് എന്നെ ഇവിടുന്ന് ചിക്ക്മംഗ്ലൂരു കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ പേര് നദീം എന്നാണ്. ബേസിക്കലി ഇദ്ദേഹം ചിക്ക്മംഗ്ലൂർ തന്നെ ഉള്ള ഒരാളാണ്. അപ്പോൾ കാറെടുത്ത് വന്നു. ആൾ എന്നോട് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. പിന്നെ നമുക്ക് അറിയാവുന്ന ഹിന്ദി വെച്ച് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു എവിടെയാണ് പോകുന്നുണ്ടെന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ ആൾ എന്നൊരു സ്ഥലത്തേക്ക് കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഹമീൻ കിധർ തक इधर लेक पे जाएंगे. हाँ. लेक के बाद मुल्लियानगिरी जाएंगे. हाँ. मुल्लियानगिरी के बाद बीबी हिल्स. ഇവിടെ ലേക്ക് ഉണ്ട്. ലേക്ക്, മുള്ളിയാൻഗിരി, പിന്നെ ബീബി ഹിൽസ്. ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് നേരെ പോയിട്ട് കണ്ടു നോക്കാം. എന്തായാലും ഇദ്ദേഹം ഇന്ന് വൈകുന്നേരം വരെ മിക്കവാറും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. സോ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെ എന്തായാലും ചൂടുണ്ട്, വെയിലുണ്ട്, എങ്കിൽ പോലും ക്ലൈമറ്റ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റൊക്കെ തന്നെയാണ്. സോ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പോകുന്നിടത്ത് കാണാം. ലേക്ക് വ്യൂ ഏകദേശം കംപ്ലീറ്റഡ് ആണ്. നമുക്ക് ഇത്രയൊക്കെ തന്നെ കാണാനുള്ളൂ. ഇനി നെക്സ്റ്റ് മുള്ളിയാൻഗിരി ഹിൽസ് ആണ്. അത് ഇവിടുന്ന് 30 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ബാക്കിൽ കാണുന്ന ആ ഒരു ഹില്ലുണ്ടല്ലോ, ആ ഒരു ഹിൽ ഏരിയ, അവിടെയാണ് ഈ മുള്ളിയാൻഗിരി വരുന്നത്. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ മേലെ കൂടെ റോഡിൽ ഇങ്ങനെ വാഹനങ്ങളൊക്കെ പോകുന്നത്. മുള്ളിയാൻഗിരിയുടെ അടുത്ത് തന്നെയാണ് ബാബാ ബുഡൻഗിരി ഹിൽസും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ നെക്സ്റ്റ് അങ്ങോട്ടാണ്. ഇവിടുന്ന് ഏകദേശം 30 കിലോമീറ്റർ ഡിസ്റ്റൻസ്, 2 വേ നമുക്ക് ഏകദേശം 60 കിട്ടും. അപ്പം ബാബാ ബുഡൻഗിരി കൂടെ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഏകദേശം തീരും. എന്നാലും ഇവിടെ വന്നിട്ട് ഒന്നും കാണാൻ കഴിയാതെ പോകേണ്ടി വന്നില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട്. അപ്പം നമുക്ക് നേരെ മുള്ളിയാൻഗിരി ഹിൽസ്. ഇങ്ങനെ പോകാൻ പറ്റില്ല, റോഡിൽ കൂടെ തന്നെ പോകണം മക്കളെ. അപ്പം നമ്മൾ മുള്ളിയാൻഗിരി ഹിൽസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ക ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. ഇവിടെ ബോർഡ്, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. ഒരു ബോർഡും കണ്ടായിരുന്നു, ആനിമൽ ക്രോസിങ്ങിന് ചാൻസ് ഉണ്ട്. ഇവിടെ മാൻ, അതുപോലെ ആന, കുരങ്ങൻ, അങ്ങനത്തെ ഉള്ള കുറച്ച് ആനിമൽസ് ഒക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് നമ്മളൊന്നും കണ്ടിട്ടില്ല, ഭാഗ്യം ഉണ്ടെങ്കിൽ അതും കാണാം. നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു ഹിൽ തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാടും എസ്റ്റേറ്റുകൾ തന്നെയാണ്, കോഫി എസ്റ്റേറ്റ്സ് തന്നെയാണ് കൂടുതലും. എങ്കിലും അങ്ങോട്ടേക്കും മൃഗങ്ങൾ ഇറങ്ങാറുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടത്തേക്ക് നമുക്ക് ബസ് സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ റോഡ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റോഡാണ്. വാഹനങ്ങൾ, ടൂറിസ്റ്റ് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് മേലെ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ, അവരും ട്രാൻസ്പോർട്ടേഷൻ അവർക്കും ഉണ്ട്.
പിന്നെ അത്യാവശ്യത്തിന് ഇതുപോലെ ബൈക്കിൽ പോകുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് അല്ലാണ്ട്. സോ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മേലെ അങ്ങെത്തിയിട്ട് കുറേ എന്തൊക്കെയോ ഉണ്ട് കാണാൻ. ഇവിടെ ബോർഡ് കണ്ടിരുന്നു, പക്ഷെ വരുന്ന വഴിയായിട്ട് കറക്റ്റായിട്ട് എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഓരോ പ്ലേസ് ആയിട്ട് നമുക്ക് പോയോ. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മൾ ഈ മുല്യാൻഗിരി ഹിൽസിന്റെ ഓൾമോസ്റ്റ് പകുതി പോർഷൻ ആയിട്ടുണ്ട്. നമുക്ക് ദൂരെ കാണാം, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, വീഡിയോയിൽ ക്ലിയർ ആണെന്ന് അറിയില്ല. നമ്മൾ ലേക്ക് കുറച്ച് മുമ്പ് പോയ ലേക്ക് കാണുന്നുണ്ട്. ആ ലേക്ക് നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു പോർഷനാണ് ഇത്. നമ്മൾ അവിടെ നിന്ന് കണ്ടിരുന്നു, അവിടെയാണ് ഞാനിപ്പോൾ എത്തിക്കുന്നത്. കുറച്ചുകൂടെ പോകാനുണ്ട്. അടിപൊളി പ്ലേസ് ആണ് മക്കളെ, സൂപ്പർ. എനിക്കൊന്നും പറയാൻ കഴിയില്ല, എനിക്ക് എന്താ പറയേണ്ടതല്ല, അത്രയും ഹാപ്പിയാണ്. വെയിലുണ്ടെങ്കിൽ പോലും നല്ല കോൾഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്, സൂപ്പർബാണ്. നമുക്ക് നോക്കി നോക്കാം എന്തായാലും. മുല്യാൻഗിരി ഹിൽസിൻ്റെ വ്യൂ പോയിന്റിലേക്കുള്ള സ്റ്റാർട്ടിങ് പോർഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ശരിക്കും ആനിമൽസ് ഒക്കെ ഉണ്ടെന്ന് അവിടെ ബോർഡ് ഉണ്ട്. നോ ഫീഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ തവണ റാണിപുരം പോയ പോലെയല്ല, കയറാനായിട്ട് സ്റ്റെപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. താഴെ നോക്കുമ്പോൾ സ്റ്റെപ്പുകൾ കാണുന്നുണ്ട്. കുറച്ച് പേരുണ്ട്, ടൂറിസ്റ്റുകളുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കി നോക്കാം. അതിൻ്റെ ജസ്റ്റ് വ്യൂ ഒന്ന് കാണിച്ചു തരാം, അതിനുശേഷം നമുക്ക് പോകാം. ഇതിൻ്റെ മേലെ അമ്പലമാണോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് അറിയില്ല, എന്തൊക്കെയോ ഇവിടുന്ന് കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും മേലെ പോയി നോക്കി നോക്കാം. മുല്യാൻഗിരി ഹിൽസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. കയറിയിട്ട് തിരിച്ചു വരാം, എന്താവുന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ റാണിപുരം പോയാൽ അത്ര റിസ്ക് ഇല്ലാന്ന് തോന്നുന്നു, കണ്ടിട്ട് നോക്കാം. മുല്യാൻഗിരി ഹിൽസിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്നത് ഒരു ടെമ്പിളാണ്. മേലേക്കുള്ള ഒരു വേ ഒക്കെ ഉണ്ട്. അതിനകത്ത് ഏതാ പ്രതിഷ്ഠ ഒന്നും അറിയില്ല. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം നമുക്ക്. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പീക്കിൻ്റെ ഹൈറ്റ് 6300.17 ഫീറ്റാണ് ഫ്രം ദി സീ ലെവൽ. അപ്പം ഈ ടെമ്പിളിൻ്റെ പീക്കിലേക്ക് ആരും കയറരുതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഭാവിയിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലങ്ങളാണ്. പിന്നെ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം മറ്റുള്ള പീക്ക് ഉണ്ട്, ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, എങ്കിലും ഈ ഒരു മലമുകളിലേക്ക് വൈദ്യുതി കണക്ഷൻ പോലുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എത്തിയിട്ടുണ്ട്. ശരിക്കും എന്താ പറയുക, ടെമ്പിളിലേക്ക് ഏത് ഭാഗത്ത് കൂടെയാണ് പോകേണ്ടതെന്നൊരു അറിവ് എനിക്കില്ല. ശരിക്കും നോക്കി നോക്കാൻ ജസ്റ്റ് ഒന്ന്. ഇവിടെ ആരോ ഒരാളുണ്ട്. ടെമ്പിളിൻ്റെ ഫ്രണ്ട് പോർഷനാണിത്. ഞാൻ ഒരു റൗണ്ട് ചുറ്റി വന്നു. ശരിക്കും ആ സൈഡിലൂടെ വരാമായിരുന്നു.
അപ്പോൾ ഇതിനകത്ത് ഇതിന് മേലൊരു ടെമ്പിൾ ഉണ്ടെന്ന് ഫസ്റ്റ് ടൈം വരുന്നവർക്കൊന്നും അറിയാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ പിന്നെ അത്രമാത്രം അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പം ഇവിടെ സോളാർ പോലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. മേ ബി ഗവൺമെൻറ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ആരെങ്കിലും അമ്പലത്തിലേക്കുള്ള എന്തെങ്കിലും ചെയ്തതായിരിക്കാം. എന്നാലും അടുത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇവിടെ ഇല്ല. അമ്പലം തുറന്നിട്ടുണ്ട്, ഉള്ളിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു സ്വാമിജി ഉണ്ട്, അദ്ദേഹം ഭക്ഷണം എന്തോ കഴിക്കുകയാണ്. പിന്നെ ഇവിടെ ഈ അമ്പലത്തിലേക്ക് സംഭാവന എന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എന്താ പറയുക, എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്നും എനിക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് അല്ല കന്നഡ. സോ അങ്ങനെയാണ് ഇവിടെ പ്രതിഷ്ഠ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം നമുക്ക്. അങ്കിൾ ഉണ്ടായിരുന്നു. ഞാൻ അങ്കിളിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ശിവഭഗവാന്റെ പ്രതിഷ്ഠയാണ്. പിതർ പൂജ കഥ ഇവരാണ് പൂജ, ഇവിടെ പൂജയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം അദ്ദേഹം ശിവഭഗവാന്റെ പ്രതിഷ്ഠയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള അമ്പലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു ഇതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ശരിക്കും പറയുകയാണെങ്കിൽ നന്ദിദേവൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്, താഴെ ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ട്. പിന്നെ ഇവിടെ ചുറ്റുപാടും അമ്പലത്തിൻ്റെതായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ശരിക്കും തോന്നിയത് നമ്മൾ സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള പോലെ ഈ എന്താ പറയുക, വീരഭദ്രസ്വാമി അങ്ങനത്തെ ഉള്ള പ്രതിഷ്ഠകളൊക്കെ ഇല്ലേ, അതുപോലെ ഒരു ഫീലാണ് എനിക്ക് ഇവിടെ നിന്നിപ്പോൾ കിട്ടിയത്. പക്ഷേ ഇവർ പറഞ്ഞപ്പോഴാണ് ശിവഭഗവാന്റെ പ്രതിഷ്ഠയാണെന്നുള്ളത്. ഇവിടുത്തെ പൂജാ ടൈമിങ് കാര്യങ്ങളൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടോ അങ്ങനെ ഒന്നുമില്ല. അധികം ആരും സന്ദർശകരില്ലാത്ത ഒരു സ്ഥലമല്ലേ. സോ ഞാൻ ജസ്റ്റ് കയറി കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് താഴേക്ക് പോകാം. ശരിക്കും ഇവിടെ ആ പൂജ ചെയ്യുന്ന ആളും വേറെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് തോന്നുന്നു ഒരാൾ. അങ്ങനെ 2 പേരെ ഇവിടെ ഉള്ളൂ. അവർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം, കാര്യങ്ങൾ, ഫുഡ് ഉണ്ടാക്കാൻ, അതേപോലെ വാഷ് ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ശരിക്കും എന്താ പറയുക, ശരിക്കും എത്രയും ഒരു മലമുകളിലാണെങ്കിൽ പോലും, അതായത് ഈ മുള്ളിയാൻഗിരി ഹിൽസ് എന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ 1930 1930 മീറ്ററാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള ഒരു ഇതാണ്, ഹിൽ സ്റ്റേഷനാണ്. എന്നാലും ഇവിടേക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഭാവിയിൽ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ബെറ്റർ ആവുമായിരിക്കാം. എന്താല്ലേ, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഹിൽ സ്റ്റേഷനാണിത്. 1930 മീറ്ററാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ്. എന്താല്ലേ മക്കളെ, വ്യൂ നോക്കിയേ, എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. നോക്കിയേ എൻ്റെ പൊന്നോ. ശരിക്കും രാവിലെ നേരത്തെ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക, മഞ്ഞ് കോട കറക്റ്റായിട്ട് കിട്ടും. പക്ഷെ ഒരു റിസ്കി വേ ആണെന്ന് തോന്നുന്നില്ല, കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഈസിയാണ് ക്ലൈംബിങ്. അപ്പം ഹിൽ സ്റ്റേഷൻ ഇത്രയേ ഉള്ളൂ ഇവിടെ കാണാനായിട്ട്. ബട്ട് നൈസ് ഏരിയ ആണ്. നമ്മൾ രാവിലെ ഏർലി മോർണിംഗ് വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു ശരിക്കും ഒരു വൈബ് കിട്ടും. പിന്നെ ഞാൻ ഇവിടെ വെച്ച് ഒരാളെ പരിചയപ്പെടുകയുണ്ടായി. ഹിസ് ഫ്രം തെലങ്കാന. ഹിസ് നെയിം സന്തോഷ്. ഇതേ പോകുന്നുണ്ട്. പുള്ളിക്കാരൻ ചെറുതായിട്ടൊരു യൂട്യൂബറാണ്, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെപ്പോലല്ല കേട്ടോ, നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് കുറച്ച് ടൈം വർക്ക് ചെയ്യും, കുറച്ച് ടൈം ട്രാവൽ ചെയ്യും, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ കോണ്ടാക്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പിന്. മീൻസ് നമ്മളിപ്പോൾ എന്തായാലും ആ വഴി പോകുന്നുണ്ടല്ലോ ഹൈദരാബാദ്. അപ്പോൾ ഞാൻ കോണ്ടാക്ട് നമ്പറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഇത് ഏകദേശം പകുതി ഏരിയ ആണ്. ഒരു വ്യൂ കണ്ടോ, പൊളി വ്യൂ ആണ് മക്കളെ. ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. ഈ പറഞ്ഞ പോലെ കുറച്ച് ഏർലി മോർണിംഗ് ആണെങ്കിൽ ഈ മേഘങ്ങളൊക്കെ നമ്മളെ വന്നിട്ട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നു തോന്നുന്നുണ്ട്. എന്തായാലും ഇവിടം കണ്ടു കഴിഞ്ഞല്ലോ, നമ്മളിവിടുത്തെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ബാബ ബുഡൻഗിരി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങോട്ട് പോകാം. ഇനിയിപ്പോൾ എന്തായാലും വെയിലൊന്നുമില്ല കേട്ടോ, നൈസ് ക്ലൈമറ്റാണ്. ഈ പറഞ്ഞ പോലെ ഹിൽ സ്റ്റേഷൻ,
പ്ലസ് ടെമ്പിൾ പ്ലസ് ക്ലൈമറ്റ്. അങ്ങനെ നമ്മൾ മുളിയാൻഗിരി ഹിൽസിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം ബാബാ ബുഡൻഗിരി ഹിൽസിലേക്കുള്ള റൂട്ടിലാണ് ഇപ്പം. ശരിക്കും നമ്മൾ താഴെ നിന്ന് കയറി വരുന്ന സമയത്ത് ഇവിടെ പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടുന്ന് റൈറ്റിലേക്കുള്ള റോഡ് ബാബാ ബുഡൻഗിരി, അതേപോലെ ലെഫ്റ്റിലേക്കുള്ള റോഡ് മുളിയാൻഗിരി ഹിൽസ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഒരേ ഇതിൽ തന്നെ 2 ഹിൽ സ്റ്റേഷൻസ് ആണ് വരുന്നത്. അങ്ങോട്ട് പോവാം. ശരിക്കും മുളിയാൻഗിരി ഹിൽസിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്ന ആ ഒരു വേയിൽ നിന്നും ബാബാ ബുഡൻ ഹിൽസ് ആ ഒരു ഹിൽസ് ഏരിയയിലേക്ക് 18 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞത്. അപ്പം ഏകദേശം പകുതി എത്തുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു വാട്ടർഫാൾ കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ഹൊന്നമ്മ ദേവി ഫാൾസ്. ബട്ട് ഇവിടെ ഉള്ള ആൾ, എൻ്റെ കൂടെ വന്ന ആൾ പറഞ്ഞത് ഹൊന്നമ്മ നാല എന്നാണ് ഈ ഒരു വാട്ടർഫാൾ ഫേമസ് ആയിട്ടുള്ള നെയിം എന്നാണ് പറഞ്ഞത്. ഇവിടെ ശരിക്കും ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ട് നമുക്ക് കാണാനും ആ ഒരു ഇത് ആസ്വദിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നൈസ്. ഈ ഒരു വാട്ടർഫാൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെ കുറച്ച് ഇത് ശബരിമലയ്ക്ക് പോകുമ്പം യൂസ് ചെയ്യുന്ന മാലകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മരത്തിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്. മേ ബി ഇതാരെങ്കിലും തൂക്കിയിട്ടതാവാം, ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഒഴുകി വന്നതും ആവാം. രസമല്ല ഇത് കാണാനായിട്ട്. ഈ ഒരു കാലത്ത് ഒട്ടും പ്രതീക്ഷിതമല്ല, അപ്രതീക്ഷിതമായിട്ട് കിട്ടിയാണ് ഈ ഒരു സമയത്തും ഇവിടെ ഇത്രയും വലിയൊരു വാട്ടർഫാൾ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ബാബാ ബുഡൻഗിരി പോകാം. കുറേ അധികം വാട്ടർഫാൾ നമ്മൾ പ്രതീക്ഷിച്ച് വന്നതാണ്, ഒന്നും കാണാൻ പറ്റിയില്ല. അവസാനം നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നൊന്നും കാണാൻ പറ്റി. എന്തായാലും നമുക്കിവിടുന്ന് പോകാം. എനിക്ക് നല്ലൊരു കൂളായിട്ടുള്ള, ശരിക്കും ഹില്ലിൻ്റെ മേലത്തിലേക്കാൾ തണുപ്പ്. വെള്ളമല്ലേ, നല്ല തണുപ്പുണ്ട്. ഞാൻ സൈഡിൽ പോയി നിന്ന സമയത്ത് എൻ്റെ പാൻറ് ഇതിലൊക്കെ വെള്ളമായിട്ട് നല്ല രസമുണ്ട്. ഇനി നമുക്ക് പോകാം അല്ലേ. ഗൈസ്, ഇവിടെ എൻ്റെ കൂടെ വന്ന ആള് ഫ്രൂട്ട് സലാഡാന്ന് പറഞ്ഞിട്ട് ആൾ കഴിച്ചു. എനിക്ക് വാങ്ങി തന്നാണ്. പൊതുവേ എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ പപ്പായ. നമ്മുടെ നാട്ടിൽ വെറുതെ കളയുന്ന സാധനം. അത് വെച്ചിട്ടാണ് ഇവരിവിടെ കാശുണ്ടാക്കുന്നത്. ഇത് കണ്ടോ, പപ്പായ. അതുപോലെ ഇതിൽ കൂടുതലുള്ളത് പപ്പായയും തണ്ണിമത്തനാണ്, പിന്നെ പൈനാപ്പിളും. വേറെ ഒന്നുമില്ല അതിനകത്ത്. അത് വെച്ചൊരു കാശുണ്ടാക്കുന്നത്. ഗുഡ് ഐഡിയ. പിന്നെ ഇവിടെ ഒരു കുതിരേനെ കണ്ടായിരുന്നു. ഞാൻ കയറണമെന്ന് അവർ ചോദിച്ചു, പക്ഷെ എനിക്ക് പേടിയാണ്, സോ ഞാൻ കയറിയില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട്. ഒരു സമ്മതിക്കുമെന്ന് അറിഞ്ഞൂടാ, നോക്കാം. പോയോക്കെ കണ്ടോ, ഒരു വൈറ്റ് കളർ കുതിര. അതിവിടെ എന്തോ തിന്നോണ്ടിരിക്കുകയാണ്. അത് ഇപ്പം നല്ല, അത് ഒരു ഇതിട്ടിട്ട് ചിലങ്ക പോലെ സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് കയറണമെന്ന് ചോദിച്ചു, പക്ഷെ എനിക്ക് വേണ്ട, എനിക്ക് പേടിയാ. നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമുണ്ട്.
ഹിൽസിൻ്റെ ഓൾമോസ്റ്റ് ഒരു 75-80% കവർ ചെയ്തു. ഇവിടെ ഒരു ദർഗ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുള്ളയാൻഗിരി ഹിൽസ് പോലല്ല, ഇവിടെ ഒരുപാട് ഹോം സ്റ്റേസും അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു അതാണ് ഹൈറ്റ് കൂടുതൽ. ഇതിനേക്കാളും ചെറിയൊരു വ്യത്യാസമുള്ളൂ രണ്ട് ഹിൽസും തമ്മിൽ. എങ്കിലും ഇത് കുറച്ചുകൂടി കാണാനൊരു മീൻസ് കമ്പാരിറ്റീവ്ലി അതിനേക്കാൾ ഇത്തിരി ഭംഗി കൂടിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതെൻ്റെ തോന്നലാവും മേ ബി. എന്തായാലും ദർഗയ്ക്കകത്ത് കയറാൻ പറ്റുമെന്ന് അറിയില്ല. ഇദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കയറണമെന്ന്. കയറാൻ പറ്റുവാണെങ്കിൽ കയറണമെന്നുണ്ട്. നോക്കാം. ഇപ്പം ഞാനുള്ളത് ആ ദർഗയുടെ ഫ്രണ്ട് ഭാഗത്താണ്. ബാബ ബുഡൈൻ ആണ് ഇവിടുത്തെ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞത്. അതായത് ബാബ ബുഡൈൻ്റെ ഖബർ ആണ് ഇവിടെ ഉള്ളത്. അപ്പം ആ ഒരു ദർഗയാണ്. കുറച്ച് സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് ഉള്ളിലേക്ക് പോകാനുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. എന്തായാലും കയറാൻ കഴിയുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. പോയി നോക്കിയിട്ട് വരാം. ദർഗയിലേക്ക് പോകുന്ന രണ്ട് സൈഡും ഇങ്ങനെ കമ്പി കൊണ്ട് വേലി കെട്ടിയിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഈ കമ്പി വേലിക്ക് അപ്പുറം കുറേ ഖബറുകളുണ്ട്. കുറേയധികം മഹാന്മാരുടെ ആയിരിക്കാം, അറിയില്ല. ഇവിടെ പിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞ വെച്ചാൽ ഈ കമ്പി വേലികളിലൊക്കെ ഇങ്ങനെ പൂട്ടുകളിട്ട് പൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വേറെ ഒന്ന് രണ്ടിടത്തും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ അമ്പ്രാമ്പാളയം, പൊള്ളാച്ചിക്കടുത്ത് അമ്പ്രാമ്പാളയം ദർഗയിലും. പക്ഷേ ഒരു ദർഗയിൽ ആദ്യമായിട്ട് തേങ്ങ ഉടയ്ക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇവിടെ കണ്ടോ, തേങ്ങ ഉടയ്ക്കുന്നതിനുള്ള ആ ഒരു എന്താണ് ഇതിൻ്റെ ഐതിഹ്യം കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഇത് പറഞ്ഞു തരാനായിട്ട് ആരും ഇവിടെ ഇല്ലേനും. നോക്കാം. അല്ലേ, ഉള്ളിലേക്ക് നമുക്ക് വീഡിയോ അലൗഡ് അല്ല. വീഡിയോ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. ഇതൊരു ഗുഹയാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ ഏർവാടിക്കടുത്ത് സിക്കന്ദർ മല, അവിടെയും ഇതുപോലെ ഒരു ഗുഹയ്ക്കകത്താണ് ഖബറിട ഉള്ളത്. എന്നാലും ഞാനൊന്ന് കയറിക്കിട്ടു. हमारे गांव में भी दरगाह है, उधर ऐसा नहीं करेगा. कुछ दरगाह है तो वैसे करते हैं. हाँ हाँ हाँ. एक दरगाह में नहीं करते. केरला में नहीं है, ऐसे वाला नहीं है. क्या भी खराब नहीं. छोड़ो, हर जगह नहीं रहता. पता नहीं, अब तक मैं नहीं देखा. അപ്പം ഇതൊരു ശരിക്കും പറയാൻ കുറച്ച് ഡിഫറെൻ്റ് ആണ് എല്ലായിടത്തേക്കാളും. നമുക്കപ്പോൾ പോകാം. ഞാൻ അവരോട് ചോദിച്ചു ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഫണ്ണി ആയിട്ടാണ് മറുപടി പറഞ്ഞത്. എല്ലാവരും ചെയ്യണു, ഞങ്ങളും ചെയ്യണു, അത്രേ ഉള്ളൂ. അറിഞ്ഞൂടാ ശരിക്കും എന്തിനാണെന്ന്. ഈ പറഞ്ഞ നമ്മൾ അമ്പലങ്ങളിൽ ചെയ്യാറുണ്ടല്ലോ, അമ്പലങ്ങളിൽ നമ്മൾ തേങ്ങ ഉടയ്ക്കുക എന്നൊരു ചടങ്ങൊക്കെ ഉണ്ട്. എല്ലാ അമ്പലങ്ങളിലും ഉണ്ട്. പക്ഷെ ദർഗയിൽ ഇപ്പം കേരളത്തിലും ആയാലും ഉണ്ടാവോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ അമ്പലത്തിലും പള്ളിയിലും അതുപോലെ ചർച്ചിലും എല്ലായിടത്തും പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എവിടെയും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ നമുക്കിനി ഇവിടുന്ന് പോകാം. ഇനി ഇവിടെ വാട്ടർഫാൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. അവിടെ പോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതിന് നമുക്ക് പോയി നോക്കാം. ഇത് നമ്മൾ അവിടെ നിന്ന് കയറി വരുന്ന ആ ഒരു സ്റ്റെപ്പാണ് ദർഗയിൽ നിന്ന്. അപ്പം ഇവിടെ ഈ സൈഡിലായിട്ട് കുറേ ഖബറുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇത് മുഴുവനായിട്ടും അവരുടെ ഖബർസ്ഥാനാണ്. ആ ഒരു സ്ഥലമാണിത്. ബാബ ബുഡൻഗിരി ദർഗയിൽ നിന്ന് ഏകദേശം ഒരു 2 to 3 കിലോമീറ്റേഴ്സോളം മേലേക്ക് റോഡുണ്ട്. അവിടെ കാണാനൊന്നുമില്ല, ഈ ഹില്ലിന് ടോപ്പിലെത്താമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഇപ്പോൾ കോൺക്രീറ്റ് വർക്ക് നടക്കുന്ന കാരണം നമ്മുടെ നോർമൽ വെഹിക്കിൾസ് പോവില്ല. അപ്പം ഇവിടെ ജീപ്പ് അവർ സൗകര്യം ആക്കിയിട്ടുണ്ട്, അതിൽ പോകാം. 150 രൂപ എങ്ങാണ്ടാണ് പറഞ്ഞത്. എന്തായാലും കർണാടകയിൽ കടന്ന ശേഷം ഇവരെല്ലാവരും നല്ലപോലെ പൈസ ഉണ്ടാക്കാൻ പഠിച്ചാലെന്ന് മനസ്സിലായി. നമ്മളെപ്പോലെ അല്ലാതെ മനസ്സിലായി. അവിടെ ആ മ്യൂസിയത്തിൽ പോയപ്പോൾ ബുക്ക്ലെറ്റ് നമ്മൾ വെറുതെ കാണുന്ന ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഫ്രൂട്ട് സലാഡ് ഇപ്പോൾ ഇത് ചെയ്തു. എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കാര്യം ഇവിടുന്ന് കാണുന്ന എന്താണോ അത് തന്നെയാണ് അവിടെ പോയാലും കാണുന്നത്. നമുക്ക് വെറുതെ ആ പൈസ മുടക്കാതെ പോകാനേ ഉള്ളൂ. സോ നമുക്ക് തിരിച്ചു പോകാം. വലുതായിട്ട് കാണാനൊന്നുമില്ല. അവിടെ മാണിക്യധാര, അതുപോലെ ഗാലിക്കര, മാണിക്യധാര വാട്ടർഫോളാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും തിരിച്ചു പോകാം. देखना वो
ഈ ഒരു ഫ്ലവേഴ്സൊക്കെയാണ് അവിടെ ദർഗയിൽ കൊണ്ടുപോകാനായിട്ട്. ഫ്ലവേഴ്സ്, അതുപോലെ തേങ്ങ, അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു ചെറിയൊരു മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം ഏകദേശം ടൈം ഒരു 4:15 ആയിട്ടുള്ളൂ. ഈവനിങ് ആവുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പം തന്നെ ഇവിടെ മഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഇത് കാണുന്നില്ല, കോടമഞ്ഞ് ഇപ്പം തന്നെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കില്ല രാവിലെയും അല്ലെങ്കിൽ കുറച്ചുകൂടി ഇരുട്ടായാലൊക്കെ അവസ്ഥ. ഇങ്ങനെ അടിപൊളി പ്ലേസ് കേട്ടോ, നല്ല ഇഷ്ടമായി. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പാറ അല്ലെങ്കിൽ ഈ മണ്ണിൽ ഇരുമ്പിൻ്റെ അംശം കൂടുതലുണ്ട്. ഇത് മൈനിങ് ചെയ്തിട്ട് ഇതിന് ഇരുമ്പ് വേർതിരിച്ചെടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഇവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഗവൺമെൻറ്റിന് കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യും എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ നശിച്ചു പോവില്ലേ അല്ലേ? ശരിക്കും നമുക്ക് ഒറ്റനോട്ടത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് ഇവിടെ കാണിച്ചിടാൻ കഴിയില്ല. വരുന്ന വഴിയിൽ കണ്ടായിരുന്നു കുറച്ച് പാറ ഇടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഫുൾ കണ്ടാൽ തന്നെ നമുക്ക് ഇരുമ്പിൻ്റെ ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ഒരു കളർ, ബ്ലാക്ക് കളർ ഉണ്ട് ശരിക്കും. അത് വേർതിരിച്ച ഇരുമ്പ് കിട്ടും എന്നത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്തായാലും ഞാൻ ദേ ഇതിൻ്റെ മണ്ടയിലാണ് കയറി നിൽക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാം. ഇവിടെ വലിയ ഹൈറ്റൊന്നുമില്ല, സേഫാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ വരുന്ന വഴിക്ക് മൃഗങ്ങളെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല, പ്രതീക്ഷിച്ചിരുന്നു ഒരുപാട്. എനിവേ പോവാം. Dalo. അതാ കിടക്കുന്നു, പോയ എടുക്കപ്പോ. അമ്പട കള്ള കണ്ടോ, എന്റെ ലേസ് മൊത്തം തിന്നുന്നു. ജാ ജാ. അങ്ങനെ ഞങ്ങളിവിടെ എല്ലാം കറങ്ങി. മുല്ലൻഗിരി ഹിൽസ് പോയി, ലേക്ക് കണ്ടു, പിന്നെ ബാബ ബുഡൻഗിരി എല്ലായിടത്തും പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴിയിൽ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് എനിക്ക് മാസ്ക് വേണമായിരുന്നു. മാസ്ക് വാങ്ങാൻ വേണ്ടി മെഡിക്കൽ ഷോപ്പിൽ കയറിയപ്പം ഈ മാസ്ക്, ഇങ്ങനത്തെ സർജിക്കൽ മാസ്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ എനിക്കിത് 1.5 രൂപയ്ക്കാട്ടോ കിട്ടിയത്, നാട്ടിൽ ഹോൾസെയിലായിട്ട്. ഇവിടെ ഞാൻ റേറ്റ് ചോദിച്ചപ്പോൾ ഒരു പീസിന് 10 രൂപയാണ് പറഞ്ഞത്. ഞാൻ വാങ്ങിച്ചില്ല. 10 രൂപയ്ക്ക് നമുക്ക് 6 മാസ്ക് കിട്ടും. സോ ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ ഞങ്ങളുടെ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. പുള്ളിക്കാരൻ മലയാളം അറിയില്ല. ഞങ്ങൾ ഇത്ര നേരം എനിക്കറിയാവുന്ന ഹിന്ദി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ മലയാളം ഇപ്പോൾ പറയുന്നത് മനസ്സിലാവണം. എൻ്റെ കൂടെ കൂടി നന്നായി തോന്നുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് സംസാരിച്ചപ്പോഴാണ് അറിയണത് പുള്ളിക്കാരൻ ഒരു റൈഡറാണ്. ഇപ്പം ഈ അടുത്താണ് ആള് ഇവിടുന്ന് ഹിമാലയൻ ബൈക്ക്, ഹിമാലയൻ ചിക്മംഗ്ലൂർ ബുള്ളറ്റ് റൈഡേഴ്സ് ക്ലബ്ബ് അവരിലെ അതിൽ മെമ്പറാണ്. അപ്പോൾ അവര് ഇവിടുന്ന് ബൈക്കിൽ എല്ലാവരും കൂടെ ഇവിടെ കർത്തുങ്കള ടോപ്പിൽ പോയിട്ടുള്ള പിക്ക് എനിക്ക് കാണിച്ചു തന്നായിരുന്നു ബുള്ളറ്റിൽ. അപ്പം അപ്പോഴാണ് ഇത്രയും ഒരു വലിയ വ്യക്തിയുടെ കൂടെയാണ് ഇത്ര നേരം ട്രാവൽ ചെയ്തത് മനസ്സിലായത്. ആക്ച്വലി എനിക്ക് ഇത്ര അറിയില്ലായിരുന്നു. അവരുടെ ഞാൻ കോൺടാക്ട് ചെയ്ത വ്യക്തിയെ ഒരു ഫ്രണ്ട് വരണ്ടേ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിവേ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടൊക്കെ ഒരുപാട് സന്തോഷം. നമ്പറൊക്കെ തന്നിട്ട് ഇപ്പോൾ രാവിലെ തന്നെ വൈകുന്നേരം വരെ ഒരുമിച്ച് കറങ്ങി. എന്താ പറയുക, നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഓരോ സ്ഥലങ്ങൾ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത് തരും, കറക്റ്റായിട്ട് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തരും. എന്താ പറയുക, ശരിക്കും നമ്മളൊരു ഗൈഡിനെ കൊണ്ടുപോകുന്നേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള അറിവുള്ള ആൾക്കാരെ കൊണ്ടുപോകുന്നതാണ്. അവർക്ക് ഈ നാട്ടുകാരായതുകൊണ്ട് കൂടുതൽ അറിയാം. എനിവേ ഞാനിപ്പോൾ ഹോം സ്റ്റേ എത്താറായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഫുഡ് കഴിക്കുക, ഉറങ്ങുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെ ഏകദേശം ഇപ്പം മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ നല്ല നൈറ്റ് നല്ല തണുപ്പായിരുന്നു. ശരിക്കും പറയാൻ ടെൻറ്റിനകത്ത് വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു നേരം വെളുക്കുമ്പോഴത്തേനും. ഓക്കെ, അപ്പം എന്തായാലും ഇനിയിപ്പം ഹോം സ്റ്റേയിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നാളെ രാവിലെ ഇവിടുന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. സോ എനിവേ ബ്രോ, ഒരുപാട് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും. ലോട്ട് ഓഫ് താങ്ക്സ്.
എന്തായാലും നല്ല കമ്പനിയാണ് ആള്. വീട്ടില് വൈഫ് 2 കുട്ടികളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. വീട്ടിലൊന്നും പോകാൻ പറ്റില്ല, അവിടെ കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ ചിക്മംഗ്ലൂര് ഇവിടെ ബൈക്കുമായി ബന്ധപ്പെട്ടുള്ള വർക്ക്ഷോപ്പ് അങ്ങനെ പോലുള്ള ഷോപ്പാണ്. 3 ഷോപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, കുറേ ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പം അങ്ങനെ ഇന്നത്തെ യാത്ര ശരിക്കും ചിക്മംഗ്ലൂർ വന്ന് വേസ്റ്റ് ആയില്ല, ഫുള്ളായിട്ട് ചുറ്റിക്കറങ്ങി. ഇനി പറ്റുവാണെങ്കിൽ ഇവിടെ ഹോം സ്റ്റേ പോയിട്ട് അതിൻ്റെ പരിസരത്ത് എന്തോ ഉണ്ടെന്ന് പറഞ്ഞത്, എന്താണെന്ന് എനിക്കറിയില്ല. പറ്റുവാണെങ്കിൽ പോകും, ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റേ ആവാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് ഇന്നത്തെ എൻഡ് ആവാനുള്ള സമയമായിട്ടുണ്ട്. ഇരുട്ടായി തുടങ്ങി, മഞ്ഞ് വീഴി തുടങ്ങി. ഇതുവരേക്കും എനിക്ക് യാത്രയുമായി ബന്ധപ്പെട്ടുള്ള പനി, ജലദോഷം അങ്ങനത്തെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി കൂടുതൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, ഇനി ഹോം സ്റ്റേയിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം.